SDPIയെ തള്ളുകയല്ല കൊള്ളുക തന്നെയാണ് UDF നേതാക്കൾ. SDPയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാതെ പോവുകയും ചെയ്തു. ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു പടി കൂടി കടന്ന് SDPI വർഗീയ സംഘടനയാണ് എന്ന് പറയാനില്ല എന്നാണ് അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത്. എല്ലാവരുടെയും വോട്ട് വേണമെന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. KPCC അധ്യക്ഷന്റെ ചുമതലയുള്ള MM ഹസനും അതുതന്നെ ഇന്ന് ആവർത്തിച്ചു. SDPIയെ വർഗീയ സംഘടന എന്നു തന്നെ വിശേഷിപ്പിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി പുതിയ സംവാദമുഖം തുറന്നു. നോക്കാം SDPI വോട്ട് എത്രമാത്രം നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെന്ന്. കേരളത്തിൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. 20 സീറ്റിലും UDFന് പിന്തുണ. SDPI ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ മണ്ഡലങ്ങളിൽ അത് എങ്ങനെ പ്രതിഫലിക്കും? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 9 സീറ്റിലാണ് മത്സരിച്ചത്. ആ കണക്ക് ഇങ്ങനെ: ആറ്റിങ്ങൽ 5428, ആലപ്പുഴയിൽ പിന്നീട് കൊല്ലപ്പെട്ട KS ഷാൻ നേടിയത് 3593 വോട്ട്, എറണാകുളത്ത് 4309, ചാലക്കുടി 4685, പാലക്കാട് 5746, മലപ്പുറത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട്. അബ്ദുൾ മജീദ് ഫൈസിക്ക് 19095 വോട്ട്. പൊന്നാനിയിലും മോശമല്ല, അഡ്വക്കേറ്റ് KC നസീറിന് 18114, വടകരയിൽ 5443 വോട്ടും വയനാട് 5424 വോട്ടും. ആകെ 80076 വോട്ടാണ് SDPIക്ക് കിട്ടിയത്. ജയസാധ്യതയില്ലെന്ന തിരിച്ചറിവുണ്ടായിട്ടും പാർട്ടിക്ക് കിട്ടിയ അടിയുറച്ച വോട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത് തള്ളാൻ UDF നേതാക്കൾ ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ന് വരെ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവർ പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടോടുകൂടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. SDPI കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പകുതിയിലേറെ മണ്ഡലങ്ങളിൽ പിന്തുണച്ചത് LDFനെയാണ്. ഇത്തവണത്തെ LDFനെ ബാധിക്കുമോ എന്ന ചോദ്യം ഉയർന്നാൽ, ഈ SDPI എന്ന് പറയുന്ന തീവ്രവാദ സംഘടന എന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുള്ള ഒരു സംഘടന, അവരുടെ വോട്ട്, ഞങ്ങളുടെ വോട്ട് കോൺഗ്രസിനാണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഉടനെ തന്നെ പ്രതികരണം ഉണ്ടായി. എന്താ പ്രതികരണം ഉണ്ടായത്? ശ്രീ ഹസൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വോട്ട് തരാമെന്ന് പറഞ്ഞാൽ ആ വോട്ട് വേണ്ട എന്ന് വെക്കാനുള്ള മൗഢ്യമൊന്നും ഞങ്ങൾക്കില്ല. SDPI രാഷ്ട്രീയ ലൈനിലുള്ള ഒരു മാറ്റം കൂടിയാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. മുസ്ലിം ലീഗിനെ പരമാവധി അസ്ഥിരപ്പെടുത്താൻ പ്രവർത്തിച്ചിരുന്ന സംഘടന ഈ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികളെയും പിന്തുണയ്ക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്ന ആ പിന്തുണ ദേശീയതലത്തിൽ ചർച്ചയാക്കുക BJP ആയിരിക്കും. ആ പ്രചാരണ മേഖല ഉത്തരേന്ത്യയും ആയിരിക്കും. ഭീകരവാദ പരിശീലനം വിദേശ രാജ്യങ്ങളിൽ നടക്കം അവർക്ക് പരിശീലനം സിദ്ധിച്ചു എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് UDFന് ഇപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ. അത് രാഷ്ട്രീയ അനിവാര്യതയാകുമ്പോൾ തന്നെ അതിന്റെ ഇരുതല മൂർച്ച നേതാക്കൾ തിരിച്ചറിയുന്നുമുണ്ട്. അബ്ദുൽ നാസർ മദനിക്കൊപ്പം വേദി പങ്കിട്ട CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നൽകിയ ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതിലേറെ മാനങ്ങൾ ഉള്ളതാണ് ഇപ്പോഴത്തെ SDPIയുടെ UDF പിന്തുണ, പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ. ഇലക്ഷൻ ഡെസ്ക് 24.